എല്ലാവർക്കും ഉണ്ടെങ്കിൽ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ പുതിയൊരു ഫോണിനെ കുറിച്ചാണ്. ഇൻഫിനിക്സ് GT20 Proനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 28K ആ റേഞ്ചാണ് ഇറങ്ങാൻ പോകുന്നത്. ആ പ്രൈസ് റേഞ്ചിലാണ് ഇത് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ GT10 Proയുടെ ഒരു സക്സസറാണ് വരുന്നത്. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനിങ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. സോ ഇത്തിരി ഒരു ഫ്ലാഷി ആയിട്ടുള്ള ഡിസൈനാണ് പുറകിലൊക്കെ വരുന്നത്. ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഡിസൈനാണ്. ഫുൾ കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ് അല്ല, ഒറിജിനൽ ട്രാൻസ്പെറൻറ്റ് അല്ല, അങ്ങനത്തെ ടൈപ്പ് ഡിസൈനാണ്. ഫ്ലാഷിയാണ്. ബാക്കിൽ മിനി LED കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഇത്തിരി കൂടി ഫ്ലാഷി ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അണ്ടർസ്റ്റേറ്റഡ് ലുക്കുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇഷ്ടം. എന്നാലും നമുക്ക് ഡിസൈൻ്റെ സ്പെക്ക് നോക്കാം. 7.8mm തിക്നെസ് വരുന്നത്, 193 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് റിയർ പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഡിസൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ഗെയിമേഴ്സിനൊക്കെ പറ്റിയൊരു ഫോണാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു 144 Hz OLED പാനലാണ് വരുന്നത്. 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 2160 Hz PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്, ഫ്ലിക്കറിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടാണ്. HDR10+ സപ്പോർട്ടും വരുന്നുണ്ട്. 1800 nits ആണ് ബ്രൈറ്റ്നസ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ട്. സോ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില സൈറ്റുകളിൽ 10 bit എന്ന് കാണിക്കുന്നുണ്ട്, എന്നാലും ഒരു ഉറപ്പില്ല, അതാണ് ഞാൻ പറഞ്ഞത്. വരുവാണെങ്കിൽ അത്ര നല്ല കേട്ടോ. സോ ഡിസ്പ്ലേയും അടിപൊളിയാണ്. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അത് JBL ട്യൂൺഡാണ്. JBL ട്യൂൺഡ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ MediaTek Dimensity 8200 ആണ്. TSMCയുടെ 4nm മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങൾ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. LPDDR5 UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത് കൂടെ. പിന്നെ Pixelworks X5 എന്ന് പറഞ്ഞാൽ ടർബോ വിഷ്വൽ പ്രോസസർ വരുന്നുണ്ട്. സോ ഡെഡിക്കേറ്റഡ് വേറൊരു ചിപ്പാണ് വരുന്നത്. നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളും നോക്കാനൊക്കെയാണ്. മീൻസ് റിഫ്രഷ് റേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അപ്പ് സ്കെയിലിംഗ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് ആ പ്രോസസർ അവിടെ ഉള്ളത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കുറവും വരാൻ പോകുന്നില്ല. 22,000 രൂപയ്ക്ക് ഈ പ്രോസസർ കിട്ടാമെന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണ്. ഗെയിമിംഗ് ഒക്കെ പൊളിയായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ OSൻ്റെ കാര്യം നമ്മൾ നോക്കാം. OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് XOS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 2 വർഷം ആൻഡ്രോയിഡ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. മിക്ക പ്രൈസ് റേഞ്ച് വരുന്ന മിക്ക സ്മാർട്ട് ഫോൺസും പോലെ തന്നെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇതിലും വരുന്നത്. ഈ ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈമറി ആയിട്ട് 108 MP f1.8 ആപ്പച്ചർ വരുന്ന OIS സെൻസറാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 MP ഡെപ്ത് വരുന്നുണ്ട്, 2 MP മാക്രോ വരുന്നുണ്ട്. സോ പ്രൈമറി ആ ഒറ്റ ക്യാമറ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് അർത്ഥം. പിന്നെ ഒരു 32 MP f2.5 ആപ്പച്ചർ വരുന്ന ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ പ്രൈമറി സെൻസറിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 4K 30 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 32 MP f2.5 സെൽഫിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 2K 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. സോ ക്യാമറ നോക്കുവാണെങ്കിൽ ക്യാമറേൻ്റെ ഒരു എന്താ പറയുക സ്ട്രോങ് പോയിന്റ് ആയിരിക്കത്തില്ല, കാരണം മെഗാപിക്സൽ കൂടുതലെന്നേ ഉള്ളൂ. ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഒന്ന് iQOO Z9 നല്ലതാണ്. പിന്നെ Narzo 70 Pro ഒക്കെ അത്യാവശ്യം നല്ല ക്യാമറയുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. സോ ക്യാമറ ഇതിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററി, 45 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ എന്തായാലും സ്ക്രീൻ ഓൺ ടൈം ഒരു 7 hours കിട്ടും. സോ 0 to 100 ഒരു 1 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെ കൊണ്ട് ചാർജ് ആവുന്നതാണ്. സോ ബാറ്ററിയുടെ കപ്പാസിറ്റിയും കുഴപ്പമില്ല, ചാർജിങ് കുഴപ്പമില്ല. എന്നാലും ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വേറെ സ്മാർട്ട് ഫോൺസൊക്കെ 60 വാട്ട്സിന് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. 67 വാട്ട്സൊക്കെ കൊടുക്കാമായിരുന്നു. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ് വരുന്നത്. Wi-Fi 6 ഉണ്ട്, Bluetooth 5.3, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റിയുടെ മിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി പ്രൈസും വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ 8GB 256ഉം 12GB 256ഉം ആണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 22,000 ആണ്. 22-24K ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ പിന്നെ ചിലർ പറയും നമ്മുടെ SD കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SD കാർഡ് സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, ചില സൈറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിക്കവാറും കാണും, കാരണം ഇൻഫിനിക്സിന് മിക്ക ഫോണും കാണുന്നതാണ്, കാരണം കാണാനുള്ള സാധ്യതയുണ്ട്. സോ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫോൺ അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് കിട്ടാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ക്യാമറ ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ ഫോൺ സജസ്റ്റ് ചെയ്യില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഡിസൈൻ അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, ഗെയിമിംഗ് അടിപൊളിയായിരിക്കും, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഴപ്പം വരത്തില്ല. എല്ലാം കൊണ്ടൊരു അടിപൊളി ഫോണാണ്, എക്സെപ്റ്റ് ക്യാമറ. അത്രേ ഉള്ളൂ. ക്യാമറ വേണ്ടവർക്ക് Narzo 70 Pro ഉണ്ട്, നമ്മുടെ iQOO Z9 ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.